ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥികളും അണികളും എല്ലാവരും തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ വളരെ സർപ്രൈസ് ആയ ഒരു പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കെ സുധാകരൻ. തിരഞ്ഞെടുപ്പിൽ താൻ കണ്ണൂരിൽ മത്സരിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കെ സുധാകരൻ എത്തി നിൽക്കുന്നത്. വളരെ നിർണായകമായൊരു തീരുമാനമാണ് ഇപ്പോൾ കെ സുധാകരൻ എടുത്തിരിക്കുന്നത്. പാർട്ടിയെയും അതുപോലെ തന്നെ അണികളെയും എല്ലാം തന്നെ ഈ ഒരു തീരുമാനം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിനോട് ഇത്രയും അടുത്തിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ കെ സുധാകരൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തികച്ചും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണോ ഈ ഒരു അവസരത്തിൽ, അതും ഇത്രയും തിരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ കെ സുധാകരനെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്? കെ സുധാകരന് പകരക്കാരനായി ഉയർന്നു കേൾക്കുന്ന പേര് കെ ജയന്തന്റെയാണ്. എന്നാൽ ഈ ഒരു പേര് കേട്ടതിൽ നേതാക്കൾക്കെല്ലാം തന്നെ അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത്. കെ സുധാകരൻ മത്സരിക്കില്ല, പകരം മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് കേൾക്കുമ്പോൾ ആരായിരിക്കും ആ സ്ഥാനാർത്ഥി എന്നറിയാനാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കെ സുധാകരന്റെ പേരിന് പകരമായി അല്ലെങ്കിൽ കെ സുധാകരന് പകരക്കാരനായി കെ ജയന്തന്റെ പേര് ഉയർന്നു കേൾക്കുന്നതോടൊപ്പം തന്നെ ഇതിനു പുറമെ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള VP അബ്ദുൾ റഷീദിന്റെ പേര്. എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരിക്കും അന്തിമമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നേതാക്കളുടെയും അണികളുടെയും ഒക്കെ തന്നെ ഒരു നിലപാടായിരുന്നു, കൂട്ടായൊരു തീരുമാനമായിരുന്നു കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കുക എന്നുള്ളത്. എന്നാൽ ആ ഒരു തീരുമാനങ്ങളെയൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഈ ഒരു അവസരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി VD സതീശനും കെ സുധാകരനും തമ്മിൽ ഒരു നീണ്ട ചർച്ച നടത്തിയിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിന്ന ആ ഒരു ചർച്ച തിരുവനന്തപുരത്തെ സോപാനം ഹോട്ടലിൽ വെച്ച് നടത്തിയിരുന്നു. അത്രയും നീണ്ട ഒരു ചർച്ചയ്ക്കൊടുവിൽ കെ സുധാകരൻ VD സതീശനെയാണ് ഇത്തരത്തിലൊരു തീരുമാനം അറിയിച്ചത്. താൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കെ സുധാകരൻ എത്തുകയും അദ്ദേഹം അത് VD സതീശനെയാണ് ആദ്യം അറിയിക്കുകയും ചെയ്തത്. ശേഷം VD സതീശനാണ് മുതിർന്ന നേതാക്കളെ ഈ വിവരം അറിയിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കെ സുധാകരൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. താൻ മത്സരിക്കുന്നില്ല, തനിക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതായുണ്ട്, അതുകൊണ്ട് തന്നെ മത്സരിക്കാനില്ല എന്നൊരു തീരുമാനമാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ സുധാകരൻ. പ്രായോഗികമായി ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ബുദ്ധിമുട്ട് നിറഞ്ഞതായതുകൊണ്ടാണ് ഇത്തരത്തിൽ താൻ മത്സരിക്കില്ല എന്നൊരു തീരുമാനത്തിലെത്തിയത്. ഇത്തരത്തിൽ തന്റെ പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വവും മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് കെ സുധാകരൻ എടുത്തു പറഞ്ഞിരുന്ന വിഷയങ്ങൾ. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കെ സുധാകരൻ എത്തി നിൽക്കുന്നത്. ഇതിനുശേഷമാണ് കെ സുധാകരൻ തന്നെ തന്റെ പകരക്കാരനായി ഒരു പേര് നിശ്ചയിക്കുന്നത്, ആ പേര് അറിയിക്കുന്നത്. അത് കെ ജയന്തന്റെ പേരായിരുന്നു. കെ സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും അതുപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറിയുമാണ് അഡ്വക്കേറ്റ് കെ ജയന്തൻ. എന്നാൽ കെ ജയന്തൻ കണ്ണൂരിൽ മത്സരിക്കുന്നതിനോട് മുതിർന്ന നേതാക്കൾക്കൊന്നും തന്നെ താല്പര്യമില്ല. ഈ ഒരു അതൃപ്തി അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം VD സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ ജയന്തനെ മത്സരിപ്പിക്കുന്നതിനോട് അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. ഇതിന് കാരണം കെ ജയന്തന് വിജയസാധ്യത കുറവാണ്. കണ്ണൂർ പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കെ സുധാകരനെ പോലെ ശക്തനായ കരുത്തനായ ഒരു നേതാവ് തന്നെ ആയിരിക്കണമെന്ന് നേതൃത്വത്തിന് നിർബന്ധമുള്ള കാര്യമാണ്. ആ ഒരു സ്ഥാനത്തേക്ക് പകരക്കാരനായി കെ ജയന്തനെ പോലൊരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിന് ജയസാധ്യത കുറവാണ്. ആ ഒരു കാരണം കൊണ്ട് അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ. അതവർ തുറന്നു പറയുന്നുമുണ്ട്. മാത്രമല്ല അതിന് പകരം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ പേരും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതാണ് VP അബ്ദുൾ റഷീദ്. മുൻപ് KPCCയുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാകുന്നത്. മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, എന്നാൽ പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ താൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തി നിൽക്കുമ്പോൾ പകരം കണ്ണൂരിൽ ആര് എന്ന ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കെ സുധാകരൻ മാറിക്കൊടുക്കുമ്പോൾ അവിടെ പല പുതിയ സ്ഥാനാർത്ഥികൾക്കും ഒരു അവസരം തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന വിലയിരുത്തലുകളും നിലവിലുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ 3 പേരുകളും, അതായത് കെ സുധാകരൻ, VP അബ്ദുൾ റഷീദ് അതുപോലെ തന്നെ കെ ജയന്തൻ എന്നീ 3 പേരുകളും
ഹൈക്കമാൻഡിന് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശേഷം ഹൈക്കമാൻഡ് ഒരു നിലപാടിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണൂരിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാകുക. അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ഹൈക്കമാൻഡ് തന്നെയായിരിക്കും. ഇനി കെ സുധാകരന്റെ ഈ ഒരു തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നത് വ്യക്തമല്ല. ഇനി കെ സുധാകരന്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട്, ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും നേതൃത്വത്തിൽ ഒരു അതൃപ്തി സൃഷ്ടിച്ചിരിക്കാം. മാത്രമല്ല, കുറച്ച് അധിക നാളുകളായി പാർട്ടിക്കുള്ളിൽ തന്നെ കെ സുധാകരനെ ഒതുക്കി നിർത്താനുള്ള പല നീക്കങ്ങളും നടക്കുന്നതായി വിലയിരുത്തലുകളുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടിക്ക് തന്നെ ഒരു ഭാരമായ തരത്തിലൊക്കെ പല നേതാക്കളും രംഗത്ത് വന്ന് സംസാരിക്കുന്നതിലൂടെ കെ സുധാകരനെതിരെ പല അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്തുന്നതിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. വി.ഡി. സതീശനുമായുള്ള കെ സുധാകരന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രശ്നങ്ങളും അതിലെ വിലയിരുത്തലുകളും വിവാദങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും പല നേതാക്കളും നേരിട്ട് രംഗത്ത് വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം, ഈ വിവാദങ്ങളെല്ലാം രമ്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതും ഒക്കെ തന്നെ പാർട്ടിക്ക് വളരെ ദോഷകരമായി ബാധിച്ചതാണ്. ഈ വിഷയങ്ങളെല്ലാം വിലയിരുത്തിയതുകൊണ്ടാണോ കെ സുധാകരൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും ഈ വിവാദങ്ങളെല്ലാം തന്നെ കെ സുധാകരനെയും പാർട്ടിയെയും തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. പാർട്ടി തന്നെയാണോ കെ സുധാകരനെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ കെ സുധാകരന്റെ ഈ ഒരു തീരുമാനം പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കണ്ണൂരിലെ ആ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ആരാണെന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് നിർണായകമാവുക.